നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. അമേരിക്കയുടെ താഡ് പേട്രിയറ്റ്, റഷ്യയുടെ പാൻസിർ, ഇസ്രയേലിലെ ബറാക് സ്പൈഡർ. ലോകത്തിലെ ഏറ്റവും അത്യാധുനികവും പ്രഹരശേഷിയുള്ളതുമായ വ്യോമ പ്രതിരോധ മിസൈലുകൾ സ്വന്തമായുള്ള രാജ്യമാണ് UAE. എന്നിട്ടും അവർ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ് തീർ സ്വന്തമാക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത് ആഗോളതലത്തിൽ എല്ലാവരെയും അതിശയിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ അതിനൂതനവും ശക്തവുമായ ഒരു വ്യോമ പ്രതിരോധ ശൃംഖല നിലവിലുള്ള ഒരു രാജ്യം എന്തുകൊണ്ടായിരിക്കും ഇന്ത്യയോട് താല്പര്യം കാണിക്കുന്നത്? ആയുധ വിപണിയിൽ ഒറ്റ രാജ്യം നൽകുന്ന പ്രതിരോധ സംവിധാനങ്ങളെ മാത്രം ആശ്രയിക്കാതെ തന്ത്രപരമായ ഒരു സ്വയംഭരണ അധികാരം ഉറപ്പാക്കാനുള്ള UAEയുടെ വലിയ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീക്കങ്ങളെന്നാണ് അന്താരാഷ്ട്ര വാർത്താ സ്രോതസ്സുകൾ നൽകുന്ന സൂചന. സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് സ്വന്തമാക്കാനുള്ള ചർച്ചകൾക്കൊപ്പം തന്നെയാണ് ആകാശ് തീറിനായിട്ടുള്ള താല്പര്യവും UAE പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യയും UAEയും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിൻ്റെ പുരോഗതി വിലയിരുത്തുന്നതിനായി ബുധനാഴ്ച യോഗം ചേർന്നിരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. പ്രതിരോധ വ്യവസായ രംഗത്തെ സഹകരണം വിപുലമാക്കുക, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുക, സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഈ യോഗത്തിൽ ചർച്ച ചെയ്തതെന്നാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയത്. എന്താണ് വനശക്തി രാജ്യങ്ങളുടെ മിസൈലുകളെ വെല്ലാൻ മാത്രം ആകാശ് തീറിനുള്ള പ്രത്യേകത? അതിൻ്റെ ഉത്തരവും ലളിതമാണ്. ആകാശ് തീർ ഒരു മിസൈലോ റഡാറോ അല്ല, മറിച്ച് യുദ്ധഭൂമിയിലെ അതിനൂതനമായ ഒരു ഡിജിറ്റൽ മസ്തിഷ്കമാണ്. ഇന്ത്യയുടെ DRDO സഹകരണത്തോടെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത കമാൻഡ് ആൻഡ് കൺട്രോൾ ശൃംഖലയാണ് ആകാശ് തീർ. UAEയുടെ പക്കൽ നിലവിലുള്ള ആയുധങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നുള്ളവയാണ്. അമേരിക്കൻ, റഷ്യൻ, ഇസ്രയേലി സംവിധാനങ്ങൾ അവരുടേതായ സോഫ്റ്റ്വെയറുകളിലും ചാനലുകളിലുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ ഇവ തമ്മിൽ തത്സമയം വിവരങ്ങൾ പങ്കുവെക്കുന്നതിനും ഏകോപനത്തോടെ പ്രവർത്തിക്കുന്നതിനും സാങ്കേതിക തടസ്സങ്ങളേറെയാണ്. ഇവിടെയാണ് ആകാശ് തീറിൻ്റെ റോൾ. വ്യത്യസ്ത രാജ്യങ്ങളുടെ റഡാറുകളെയും മിസൈലുകളെയും ഒരൊറ്റ ശൃംഖലയിലേക്ക് കോർത്തിണക്കാൻ ഇതിന് സാധിക്കും. യുദ്ധഭൂമിയിലെ വിവിധ റഡാറുകളെയും സെൻസറുകളെയും ആയുധങ്ങളെയും ഒരൊറ്റ കേന്ദ്രീകൃത സംവിധാനത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന ഡിജിറ്റൽ മസ്തിഷ്കമായിട്ടാണ് ഇത് പ്രവർത്തിക്കുക. നിലവിലുള്ള ആയുധങ്ങളെ മാറ്റിസ്ഥാപിക്കുന്നതിന് പകരം അവയുടെ പ്രവർത്തനക്ഷമത പരമാവധി വർദ്ധിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മിഡിൽ ഈസ്റ്റിൽ അടുത്തിടെയുണ്ടായ സംഘർഷങ്ങൾ ഒരു കാര്യം തെളിയിച്ചു. എത്ര വലിയ മിസൈൽ പ്രതിരോധം ഉണ്ടെങ്കിലും ഒരേ സമയം നൂറുകണക്കിന് ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും കൂട്ടത്തോടെ ആക്രമിച്ചാൽ പ്രതിരോധം ഒരുപക്ഷെ പാളിപ്പോയേക്കാം. വിവരങ്ങൾ വ്യത്യസ്ത കമാൻഡ് സെൻറ്ററുകളിലായി ചിതറിക്കിടക്കുമ്പോൾ ശത്രുവിന് കാര്യങ്ങൾ എളുപ്പമാകും. എന്നാൽ ആകാശ് തീർ ഈ പോരായ്മ പരിഹരിക്കും. ഉദാഹരണത്തിന്, ഒരു അജ്ഞാത ഡ്രോൺ അമേരിക്കൻ റഡാറിൻ്റെ പരിധിയിൽപ്പെട്ടാൽ ആകാശ് തീർ അതിൻ്റെ യാത്രാപഥം നിമിഷ നേരം കൊണ്ട് വിശകലനം ചെയ്യും. തുടർന്ന് അതിനെ വെടിവെച്ചിന് ഏറ്റവും അനുയോജ്യമായ ഏറ്റവും അടുത്തുള്ള ദക്ഷിണ കൊറിയൻ അല്ലെങ്കിൽ ഇസ്രയേലി മിസൈലിന് ഓട്ടോമാറ്റിക്കായി നിർദ്ദേശം നൽകും. മനുഷ്യ ഇടപെടലുകൾ മൂലം ഉണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കി എഡ്ജ് AI വഴി അതിവേഗ തീരുമാനമെടുക്കാൻ ഇത് സൈന്യത്തെ സഹായിക്കുന്നു. ഇന്ത്യൻ സൈന്യത്തിൽ ഇതിനകം തന്നെ വിന്യസിക്കപ്പെട്ട ആകാശ് തീർ യുദ്ധ സാഹചര്യങ്ങളിൽ ഡ്രോണുകളെയും മറ്റ് വ്യോമ ഭീഷണികളെയും വിജയകരമായി തകർത്ത് അതിൻ്റെ കാര്യക്ഷമത തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ UAE ലക്ഷ്യമിടുന്നത് തങ്ങളുടെ ശേഖരത്തിലേക്ക് മറ്റൊരു ആയുധം കൂട്ടിച്ചേർക്കാനല്ല, മറിച്ച് നിലവിലുള്ള താഡ് പേട്രിയറ്റ്, പാൻസിർ സംവിധാനങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് തകർക്കാൻ കഴിയാത്ത ഒരൊറ്റ സുരക്ഷാ കവചമാക്കാനുള്ള ഫോഴ്സ് മൾട്ടിപ്ലയറായി പ്രവർത്തിക്കുകയാണ് ഉദ്ദേശം. ഇന്ത്യയും UAEയും തമ്മിലുള്ള ചർച്ചകൾ ഇപ്പോൾ പ്രാരംഭഘട്ടത്തിലാണെങ്കിലും ഈ നീക്കം ആഗോള പ്രതിരോധ രംഗത്തെ പുതിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. യുദ്ധത്തിൽ ഇനി പ്രധാനം ഏറ്റവും വേഗമേറിയ മിസൈൽ മാത്രമല്ല, ലഭ്യമായ എല്ലാ ആയുധങ്ങളെയും ഏകോപിപ്പിക്കാനുള്ള കഴിവാണെന്ന് ഈ ഇന്ത്യൻ സാങ്കേതികവിദ്യ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു.